ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാവും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ബാറ്ററിന് ഞാൻ പകുതി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു അരിപ്പ വെച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്കിലേക്കുള്ള 2 വിധം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പൈപ്പിംഗ് ബാഗൊക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ 2 ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 2 കുപ്പിയിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. 2 കുപ്പിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. 1-2 പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മാവ് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിങ്ങനെ നിൽക്കും. അപ്പോൾ 1-2 വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് 30 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് ഇതുപോലെ 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. മറ്റേ സൈഡും ഒരു 30 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാൻ കേക്ക് റെഡിയായി കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ആ ഒരു ബാറ്ററും ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് 30 സെക്കൻഡ് ആയാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്കുള്ള ക്രീം ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ബട്ടർ വെച്ചിട്ടോ ഡാൽഡ വെച്ചിട്ടോ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ന്യൂട്ടല്ലയോ ജാമോ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് കിടന്നോട്ടെ. ഇതിന് പകരം നമുക്ക് ബദാം എടുക്കാം, ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ എടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു പാൻ കേക്ക് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ പാൻ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ഈ ഒരു നട്ട്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരം നമുക്ക് ബദാം എടുക്കാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം, ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെയും കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ന്യൂട്ടല്ല വെച്ചിട്ടും കൂടെ ചെയ്ത് കാണിക്കാം. ന്യൂട്ടല്ല ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ. അപ്പോൾ ന്യൂട്ടല്ല വെച്ചിട്ടോ ജാം വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ ന്യൂട്ടല്ല ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് പാൻ കേക്ക് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് ക്രീം ആക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊക്കോ പൗഡറും കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇതുപോലെ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തൊന്നും മാത്രം. നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കും കൂടെയാണ്. നമുക്ക് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ലയോ ജാമോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നും നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്